എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തേങ്ങ അരച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ സാൽമൺ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 നുള്ള് ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവയൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. 3 പച്ചമുളക് കീറിയതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പുളിയും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കുടംപുളിയാണ് ചേർക്കാനുള്ളത്. 10 മിനിറ്റ് മുമ്പ് തന്നെ 3 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ചേർത്ത് കൊടുക്കാം. ഇതിന് സാൽമൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഇതുപോലെ കറി തയ്യാറാക്കാവുന്നതാണ്. മീനിട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ തീ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് തീ കൂട്ടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പാകത്തിന് മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വീണ്ടും അടച്ച് വയ്ക്കുകയാണ്. സാൽമൺ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു മീനാണ്. അപ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഇത് നമ്മുടെ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അങ്ങനെ രുചികരമായിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്